നാലാം ക്ലാസ്സിലെ എല്ലാ കുഞ്ഞു മക്കൾക്കും നമസ്കാരം. കഴിഞ്ഞ ഗണിത ക്ലാസ് കണ്ടിരുന്നല്ലോ. എന്താ പഠിച്ചത്? ബോട്ടുണ്ടാക്കാനായിരുന്നു. ബോട്ടുണ്ടാക്കിയ പേപ്പർ നിവർത്തിയപ്പോൾ അതിലൊരു ജാമിതീയ രൂപമുണ്ടായിരുന്നു. അത് വരച്ച് എല്ലാവരും ടീച്ചറിന് അയച്ചു കൊടുത്തു അല്ലേ? എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. ആ പ്രവർത്തനത്തിൻ്റെ ഉത്തരത്തിലേക്ക് എത്തുന്നത് എങ്ങനെ എന്നറിയണ്ടേ? ദാ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. നോക്കൂ കൂട്ടുകാരെ, നമ്മുടെ ആതിരക്കുട്ടി ഉണ്ടാക്കിയ വള്ളം നിവർത്തിയെടുത്ത പാറ്റേൺ ആണ്. ആതിരക്കുട്ടിയുടെ വള്ളവും നിങ്ങളുടെ വള്ളം നിവർത്തിയെടുത്ത പാറ്റേൺ ഒരുപോലെയല്ലേ? നോക്കൂ, നമുക്ക് ആദ്യം ത്രികോണങ്ങളുടെ എണ്ണം കണ്ടെത്താം. ഈ പാറ്റേണില് ഒരേപോലുള്ള 4 ഭാഗങ്ങളുണ്ട്. ഒരു ഭാഗത്തെ ത്രികോണത്തിന്റെ എണ്ണം കണ്ടുപിടിച്ചാൽ അതിന്റെ 4 ഇരട്ടി ആയിരിക്കുമല്ലോ ആകെ ത്രികോണം. അപ്പൊ നമുക്ക് ഒരു ഭാഗത്തെ ത്രികോണത്തിന്റെ എണ്ണം കണ്ടെത്താം. നോക്കൂ, വളരെ ശ്രദ്ധിച്ചു നോക്കണം. നമുക്ക് ഇവിടെ നിന്ന് തുടങ്ങിയാലോ? ഈ താഴെ അറ്റത്തെ ഈ കുഞ്ഞു ത്രികോണം, ഒന്നാമത്തെ ത്രികോണം ടീച്ചർ 1 നമ്പർ ഇടുന്നു. അതുപോലൊരു ത്രികോണം ദാ ഇവിടെയും ഇല്ലേ, അതിന് 2 നമ്പർ ഇടുന്നു. 2 ത്രികോണങ്ങളായില്ലേ? ഈ 1ഉം 2ഉം ത്രികോണങ്ങൾ ചേർന്നാൽ മൂന്നാമത്തെ ത്രികോണമായി. ഇനി നോക്കൂ, ദാ ഇവിടെ ഒരു ത്രികോണം ഉണ്ട്, 4ാമത്തെ ത്രികോണം. അതുപോലെ 5ാമത്തെ ത്രികോണം ഇവിടെയും ഉണ്ട്. അപ്പൊ 5 ത്രികോണങ്ങളായി. ഇനി നോക്കൂ, 1ഉം 2ഉം 3ഉം 4ഉം കൂടി ചേർന്ന് ഒരു ത്രികോണം. അപ്പൊ 6ാമത്തെ ത്രികോണം. ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്, ഈ 1ഉം ഇവിടത്തെ 3ാമത്തെ ത്രികോണവും കൂടി ചേർന്ന് ഒരു ത്രികോണം. അപ്പോൾ എത്രയായി? 7ാമത്തെ ത്രികോണം. ഇനി 2ഉം 4ഉം കൂടി ചേർന്ന ഒരു ത്രികോണം. അപ്പോൾ 8 ത്രികോണങ്ങളായി. അപ്പൊ ഇത്ര ഭാഗത്ത് തന്നെ 8 ത്രികോണങ്ങളെ നമുക്ക് കിട്ടി. ഇനി 9ാമത്തെ ത്രികോണം ദാ ഇത് നോക്കൂ, 9. ഇവിടെ ഒരു ത്രികോണമില്ലേ, 10. 9ഉം 10ഉം ത്രികോണങ്ങൾ നമ്മൾ എണ്ണി കണ്ടുപിടിച്ചു. ഇനിയാണ് നമുക്ക് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. 11ാമത്തെ ത്രികോണം ഇവിടെ നിന്ന് ഇങ്ങനെ വന്ന് ഇങ്ങനെ വരച്ചു ചേർക്കുന്ന ഒരു ത്രികോണമുണ്ട്. അതാണ് 11ാമത്തെ ത്രികോണം. അപ്പൊ അതുപോലൊരു ത്രികോണം ഇവിടെയും ഉണ്ട്, 12. അടുത്ത 13ാമത്തെ ത്രികോണം ഇവിടെ നിന്ന് വരച്ച് ഇങ്ങനെ ചേർക്കുന്ന ത്രികോണം 13ാമത്തെ ത്രികോണം. അപ്പോൾ മറു സൈഡിലും അതുപോലെ ഒരു ത്രികോണമുണ്ട്, 14ാമത്തെ ത്രികോണം. ഇനി 15ാമത്തെ ത്രികോണം ദായി നേർ പകുതി ഭാഗം ചേർന്ന ത്രികോണം, 15ാമത്തെ ത്രികോണം. അടുത്ത 16ാമത്തെ ത്രികോണം നോക്കൂ, ഇങ്ങനെ വരുന്ന ത്രികോണം. ഇനി എല്ലാ ത്രികോണങ്ങളും കൂടെ ചേർന്ന് വരുന്ന ഒരു വലിയ ത്രികോണമാണ് 17ാമത്തെ ത്രികോണം. അപ്പോ ഈ പാറ്റേണില് ഈ ഒരു ഭാഗത്ത് തന്നെ 17 ത്രികോണങ്ങളുണ്ട്. അങ്ങനെയാണെങ്കിൽ 4 17കൾ, 17 4 ഇരട്ടി 68 ത്രികോണങ്ങളാണ് ഈ പാറ്റേണിലുള്ളത്. നിങ്ങൾക്ക് കിട്ടിയ ഉത്തരം ശരിയാണോ? അടുത്ത നമുക്ക് ചതുരങ്ങളുടെ എണ്ണം നോക്കാം. ചതുരങ്ങൾ പ്രത്യേകിച്ച് ഇവിടെ വരച്ച് കാണുന്നില്ല, പക്ഷെ ഇതിനകത്ത് ചതുരങ്ങളുണ്ട്. നോക്കൂ, ഇവിടെ തുടങ്ങി ഇങ്ങനെ വരുന്ന നമ്മുടെ ആദ്യത്തെ മടക്കിൽ ഒരു ചതുരം, അതുപോലുള്ള 2ാമത്തെ ചതുരം ഇത്, 3ാമത്തെ ചതുരമാണ് ഈ കാണുന്നത്, 4ാമത്തെ ചതുരം ഇത്. അങ്ങനെ 4 തുല്യ ഭാഗങ്ങളായി തിരിച്ച 4 ചതുരങ്ങളുണ്ട്. അതിനുശേഷം ഈ 1ാമത്തെ ചതുരവും 2ാമത്തെ ചതുരവും ചേർന്ന് വരുന്ന 5ാമത്തെ ചതുരം, 3ാമത്തെ ചതുരവും 4ാമത്തെ ചതുരവും ചേർന്ന് വരുന്ന 6ാമത്തെ ചതുരം. ഇനി 1ഉം 2ഉം 3ഉം ചേർന്ന് വരുന്ന
ഏഴാമത്തെ ചതുരം നോക്കൂ, ഇതാണ് ഏഴാമത്തെ ചതുരം. ഇവിടെ നിന്ന് തിരിച്ച് 1, 2, 3 ചേർന്ന് വരുന്ന എട്ടാമത്തെ ചതുരം. ഇനി നോക്കൂ, ഇതിന്റെ നടുഭാഗത്ത് ഉണ്ടാകുന്ന ഒരു ചതുരമുണ്ട്. അപ്പൊ ചതുരം 9 ആയി. ഇനി പാറ്റേൺ മൊത്തത്തിൽ ചതുരമല്ലേ, 10 ചതുരങ്ങളായി. അതായത് നമ്മുടെ പാറ്റേണില് 68 ത്രികോണങ്ങളും 10 ചതുരങ്ങളും ഉണ്ട്. ഇനി ഞാൻ അവസാനമായി ഒരു ചോദ്യം ചോദിച്ചിരുന്നില്ലേ, ഈ പാറ്റേൺ ഏത് ഒറിഗാമി രൂപം നിവർത്തിയെടുത്തുണ്ടാക്കിയതാണെന്ന് ഉത്തരം കണ്ടെത്തിയോ? ഇതാ നോക്കൂ, എന്താണിത്? വള്ളം അല്ലെ, സാധാരണ നിങ്ങൾ ഉണ്ടാക്കുന്ന വള്ളം. ഈ വള്ളത്തെ നമുക്കൊന്ന് നിവർത്തി നോക്കാം. വള്ളം നിവർത്തി നോക്കാം, ശ്രദ്ധിച്ചിരിക്കൂ. വള്ളം നമ്മൾ നിവർത്തുകയാണ്. ഇതാ നോക്കൂ, എന്താ കിട്ടിയത്? വള്ളം നിവർത്തിയപ്പോൾ നമുക്ക് മനോഹരമായ പാറ്റേൺ കിട്ടിയില്ലേ? ഇത് കടലാസിനെ സമചതുരമാക്കി നിർമ്മിച്ചെടുത്ത വള്ളമാണ്. സമചതുരമാക്കാതെയും നമുക്ക് വള്ളം നിർമ്മിക്കാം. അപ്പോൾ ഇതിന്റെ പാറ്റേണിന്റെ ഒരു 2 വശവും കുറച്ച് തുടർച്ച കൂടി കിട്ടും. ഇതാണ് ടീച്ചർ നിങ്ങൾക്ക് കണ്ടെത്താൻ തന്ന രൂപം എന്ന് പറയുന്നത്, സാധാരണ വള്ളം. ബോട്ടുണ്ടാക്കി നിവർത്തിയ പേപ്പറിൽ 68 ത്രികോണങ്ങളും 10 ചതുരങ്ങളുമാണ് ഉണ്ടായിരുന്നത്. മക്കളെ, കഴിഞ്ഞ വിഷുവിന് നമുക്ക് കാണാൻ കഴിഞ്ഞില്ല, ലോക്ക്ഡൗൺ ആയിരുന്നില്ലേ? നിങ്ങൾക്ക് തരാനായി വിഷുക്കൈനീട്ടവുമായാണ് ടീച്ചർ ഇവിടെ എത്തിയിരിക്കുന്നത്. 1 രൂപ നാണയങ്ങളാണ് ടീച്ചർ കൊണ്ടുവന്നിരിക്കുന്നത്. നിങ്ങൾക്ക് കിട്ടിയായിരുന്നോ വിഷുവിന് കൈനീട്ടം? നിങ്ങൾ ഈ കിട്ടുന്ന നാണയങ്ങളെല്ലാം എവിടെയാണ് സൂക്ഷിച്ചു വെക്കുന്നത്? എവിടെയാണ്? പണക്കുടുക്കയിലോ? മാളുവിൻ്റെ പണക്കുടുക്കയിൽ എത്ര രൂപയുണ്ട്? 9 രൂപയോ? അശ്വതിയുടെ പണക്കുടുക്കയിൽ എത്ര രൂപയായി? 75 രൂപയോ? അപ്പുവിൻ്റെ പണക്കുടുക്കയിലോ? 99 രൂപയോ? ആമിന, എന്താ ഒരു കള്ളച്ചിരി? എത്ര രൂപയുണ്ട് പണക്കുടുക്കയിൽ? എൻ്റെ അമ്മോ, 999 രൂപയോ? ദാ മക്കളെ, ഇതിൽ മാളുവും അപ്പുവും ആമിനയും ഒരേ ക്ലാസ്സിലാണ്. നോക്കൂ, മാളുവിന് 9 രൂപ കിട്ടി. അപ്പുവിന് 99 രൂപയാണ് കിട്ടിയത്. ആമിനയ്ക്ക് 999 രൂപ കിട്ടി. മാളു ഗോട്ട് 9 rupees. Appu got 99 rupees. Amina got 999 rupees. മാളുവും അപ്പുവും ആമിനയും ഇതിൽ ആർക്കാണ് ഏറ്റവും കുറച്ച് തുക കിട്ടിയത്? ആർക്കാണ്? മാളുവിന് 9 രൂപ. ആർക്കാണ് ഏറ്റവും കൂടുതൽ തുക കിട്ടിയത്? ആമിനയ്ക്ക്. എത്രയാണ്? 999 രൂപ. 999 rupees. ദാ നോക്കിയേ മക്കളെ, ടീച്ചർ നാണയങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ? അപ്പുവിനും ആമിനയ്ക്കും മാളുവിനും ടീച്ചർ കൊണ്ടുവന്ന 1 രൂപ നാണയങ്ങൾ ഓരോന്ന് വീതം കൊടുത്താൽ എത്ര രൂപ വീതമാകും അവർക്ക്? എത്ര രൂപ വീതമാകും? ഒന്ന് എഴുതി നോക്കിയേ. എന്താ എഴുതിയേ? ഒന്ന് ഉറക്കെ വായിച്ചേ. മാളുവിന് ഇപ്പോൾ എത്ര രൂപയായി? മാളുവിൻ്റെ 9 രൂപ 10 രൂപയായി. അപ്പുവിനോ? അപ്പുവിൻ്റെ 99 രൂപ എത്ര രൂപയായി? 100 രൂപയായി. ആമിനയുടെ 999 രൂപ
1000 രൂപയായി. മാളൂസ് 9 rupees turns into 10 rupees. Appus 99 rupees turns into 100 rupees. Amina 999 rupees turns into 1000 rupees. ദാ ഈ പട്ടിക ഒന്ന് നോക്കൂ. 9 10 99 100 999 1000 9 10 99 100 999 1000. ഈ പട്ടികയിൽ നോക്കിയാൽ ഈ സംഖ്യകൾ തമ്മിൽ എന്തെങ്കിലും ബന്ധം നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയുന്നുണ്ടോ? ഒന്ന് എഴുതി നോക്കിയേ. അനന്തു എഴുതിയത് മോനൊന്ന് വായിച്ചേ. എന്താ എഴുതിയേ? വായിച്ചേ. 9നോട് 1 ചേർന്നാൽ 10 ആകും. ദാ മക്കളെ, അനന്തു എഴുതിയത് കേട്ടില്ലേ? 9നോട് 1 ചേർന്നാൽ 10 ആകും. എന്താ നൗഫൽ എന്തോ പറഞ്ഞല്ലോ, എന്താ പറഞ്ഞേ? 99നോട് 1 ചേർന്നാൽ 100 ആകും. നൗഫൽ എഴുതിയത് 99നോട് 1 ചേർന്നാൽ 100 ആകും. പ്രിയ എഴുതിയായിരുന്നോ മോളെ? വായിച്ചേ മക്കളെ, എഴുതിയതൊന്ന് വായിച്ചേ. 999നോട് 1 ചേർന്നാൽ 1000 ആകും. ഇതാ മക്കളെ, ടീച്ചർ ഒരു കാര്യം ചോദിക്കട്ടെ. എന്താ ഈ 9 എന്ന് പറയുന്ന സംഖ്യയുടെ പ്രത്യേകത? എന്താ 9ന്റെ പ്രത്യേകത? എന്താണ്? ഏറ്റവും വലിയ ഒരക്ക സംഖ്യ. എല്ലാവർക്കും അറിയാം. അങ്ങനെയാണെങ്കിൽ 2 അക്ക സംഖ്യകളുടെ കൂട്ടത്തിൽ എന്താ 10ന്റെ പ്രത്യേകത? അതെ, 10 2 അക്ക സംഖ്യയാണ്. എന്താ വേറൊരു പ്രത്യേകത? ഏറ്റവും ചെറിയ 2 അക്ക സംഖ്യയാണ് 10. 9 is the biggest one-digit number and 10 is the smallest two-digit number. ഇനി ശ്രദ്ധിച്ചോണേ. ദാ അനന്ത് പറഞ്ഞത് ടീച്ചർ ദാ ഇങ്ങനെയൊന്ന് പറയാൻ പോവുകയാണ്. ടീച്ചറിനോട് യോജിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് കൈയടിച്ചേക്കണേ. അനന്ത് പറഞ്ഞത് 9നോട് 1 ചേർന്നാൽ 10 ആകും. ടീച്ചർ പറയാൻ പോകുന്നത് ഏറ്റവും വലിയ ഒരക്ക സംഖ്യയായ 9നോട് 1 ചേർന്നാൽ ഏറ്റവും ചെറിയ 2 അക്ക സംഖ്യയായ 10 ആകും. When we add 1 to the biggest one-digit number 9, it turns into the smallest two-digit number 10. എല്ലാരും കൈയടിച്ചല്ലോ. എല്ലാരും ശ്രദ്ധിക്കുന്നുണ്ട്. മിടുക്കരാണ് എല്ലാവരും. അങ്ങനെയാണേൽ നൗഫൽ പറഞ്ഞത് നമുക്കൊന്ന് വേറൊരു രീതിയിൽ പറഞ്ഞു നോക്കിയാലോ? എങ്ങനെ പറയാം? ഒന്ന് എഴുതിയേ എല്ലാരും. എങ്ങനെയാ പറയാ? ഒന്ന് വായിച്ചേ. എഴുതിയതൊന്ന് വായിച്ചേ. എങ്ങനെയാ എഴുതിയേ? പറഞ്ഞോളൂ. ഏറ്റവും വലിയ 2 അക്ക സംഖ്യയായ 99നോട് എത്ര ചേർന്നാൽ? 1 ചേർന്നാൽ. 1 ചേർന്നാൽ ഏറ്റവും ചെറിയ 3 അക്ക സംഖ്യയായ 100 കിട്ടും. When we add 1 to the biggest two-digit number 99, we get the smallest three-digit number
100. മിടുക്കർ. മക്കളെ, പ്രിയ എന്തായിരുന്നു പറഞ്ഞത്? അതെ, 999നോട് 1 ചേർന്നാൽ 1000 ആകും. പ്രിയ പറഞ്ഞതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഒന്ന് എഴുതി നോക്കിയേ. പ്രിയ ഒന്ന് വായിച്ചേ. എല്ലാവരും ചേർന്ന് വായിച്ചേ പ്രിയയോടൊപ്പം. എങ്ങനെ എഴുതിയേ? പറഞ്ഞോളൂ. ഏറ്റവും വലിയ 3 അക്ക സംഖ്യയായ എത്രയാണ്? 999നോടൊപ്പം എത്ര ചേർന്നാൽ? 1 ചേർന്നാൽ ഏറ്റവും ചെറിയ 4 അക്ക സംഖ്യയായ 1000 കിട്ടും. When we add 1 to the biggest 3-digit number 999, we get the smallest 4-digit number 1000. ആമിനയുടെ 999 രൂപയോടൊപ്പം 1 രൂപ കൂടി ചേർക്കുമ്പോൾ 1000 രൂപയായി. When we add 1 rupee to 999 rupees, we get 1000 rupees. ദാ ഈ പട്ടിക ഒന്നുകൂടി ഒന്ന് നോക്കൂ. 9, 10, 99, 100, 999, 1000, 9, 10, 99, 100, 999, 1000. ഇതിൻ്റെ താഴേക്കായി ടീച്ചർ നിങ്ങൾക്ക് എഴുതി ചേർക്കാൻ 2 വരികൾ കൂടി വിട്ടിട്ടുണ്ട്. ഇത് നിങ്ങളുടെ നോട്ട് ബുക്കിലേക്ക് പകർത്തി എഴുതി തുടർന്നുള്ള 2 വരികൾ കൂടി നിങ്ങൾ പൂർത്തിയാക്കണം. ഇപ്പോൾ വേണ്ട കേട്ടോ. ടീച്ചറിൻ്റെ ക്ലാസ് കഴിഞ്ഞ ശേഷം ബുക്കിലേക്ക് പകർത്തി എഴുതി നിങ്ങളുടെ ടീച്ചർക്ക് അയച്ചു കൊടുക്കണേ. ആമിനയുടെ കയ്യിലിപ്പോൾ എത്ര രൂപയാണുള്ളത്? 1000 രൂപ. 1000-ൽ എത്ര നൂറുകളാണുള്ളത്? എന്താ? ആരോ പറഞ്ഞല്ലോ, 10 നൂറുകൾ. 1000-ൽ 10 നൂറുകളുണ്ട്. എങ്ങനെയാന്ന് മനസ്സിലാക്കുക? ദാ നോക്കൂ. 100, 100. 2 നൂറുകൾ ചേരുമ്പോൾ 200. 2 100s make 200. 3 നൂറുകൾ ചേർന്നാലോ? 300. 3 100s make 300. അങ്ങനെയാണെങ്കിൽ 4 നൂറുകളാണ് ചേരുന്നതെങ്കിൽ 400. 4 100s make 400. 5 നൂറുകൾ ചേർന്നാൽ 500. 5 100s make 500. 6 നൂറുകൾ ചേർന്നാൽ 600. 6 100s make 600. ചേരുന്നത് 7 നൂറുകളാണെങ്കിലോ? 700. 7 100s make 700. 8 നൂറുകൾ ഒരുമിച്ചു ചേർന്നാൽ 800. 8 100s make 800. 9 നൂറുകൾ ചേർന്നാൽ 900. 9 100s make 900. ചേരുന്നത് 10 നൂറുകളാവുമ്പോൾ എത്രയാവും? 1000. 10 100s make 1000. മക്കളെ നോക്കൂ, ഇതേതാണ് സംഖ്യ? അതെ, 500. 500. 500-ൽ എത്ര നൂറുകളാണുള്ളത്? How many hundreds are there in 500?
5 നൂറുകൾ. 500s are there in 500. ദാ നോക്കിയേ, 800-ൽ എത്ര നൂറുകളാണുള്ളത്? അതെ, 8 നൂറുകൾ. How many hundreds are there in 800? 800s are there in 800. അങ്ങനെയാണേൽ ഇതാരാ? 1000. 1000. 1000-ൽ എത്ര നൂറുകളാ ഉള്ളത്? 1000-ൽ എത്ര നൂറുകളാ ഉള്ളത്? 10 നൂറുകൾ. There are 10 hundreds in 1000. അങ്ങനെയാണേൽ 2000-ൽ എത്ര നൂറുകളുണ്ടാവും? ഒന്ന് നോക്കിയാലോ. ദാ 2000. 2000 എന്നാൽ 1000-ഉം 1000-ഉം 2000. 1000-ൽ എത്ര നൂറുകളാണുള്ളത്? 10 നൂറുകൾ. ദാ ഈ 1000-ൽ 10 നൂറുകളുണ്ട്. അടുത്ത 1000-ലോ? അതിലും 10 നൂറുകൾ. 1000-ൽ 10 നൂറ്, അടുത്ത 1000-ൽ 10 നൂറ്. 2000-ൽ ആകെ 20 നൂറുകൾ. 2000-ൽ എത്ര നൂറുകളാണുള്ളത്? 2000-ൽ 20 നൂറുകൾ. There are 20 hundreds in 2000. മക്കളെ, നമ്മൾ എന്തൊക്കെയാ പറഞ്ഞേ? 1000-ൽ 10 നൂറുകൾ, 2000-ൽ 20 നൂറുകൾ. There are 10 hundreds in 1000 and 20 hundreds in 2000. അങ്ങനെയാണേൽ ദാ ഈ പട്ടിക ഒന്ന് പൂരിപ്പിച്ചുകൂടെ? പട്ടിക പൂരിപ്പിക്കാനായി നിങ്ങൾക്ക് അച്ഛൻ്റെയോ ചേട്ടൻ്റെയോ ചേച്ചിയുടെയോ അമ്മയുടെയോ ഒക്കെ സഹായം തേടാം. പട്ടിക പൂരിപ്പിച്ച് നിങ്ങളുടെ ടീച്ചർക്ക് കൃത്യമായി അയച്ചു കൊടുക്കണം. പട്ടിക മാത്രമല്ല, ടീച്ചർ നേരത്തെ ഒരു സംഖ്യാശ്രേണി തന്നിരുന്നു. അതുകൂടെ ഒന്ന് പൂരിപ്പിച്ചേക്കണേ, മറക്കരുത്. എല്ലാ കുസൃതി കുട്ടന്മാരും കൈയൊക്കെ കഴുകി. എങ്ങനെ കൈ കഴുകുന്നത്? എങ്ങനെയാ? എല്ലാവരും കൈയൊക്കെ കഴുകി ക്ലാസ്സൊക്കെ കണ്ട് നല്ല സന്തോഷത്തോടെ ഇരിക്കണേ. നമുക്ക് ഇനിയും കാണാം.